വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠനത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഖുർആൻ പാരായണം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് ഇത് മനഃപ്പാഠമാക്കാൻ, മറന്നു പോകാതിരിക്കാൻ അജലത്ത് വേണ്ട. വക്കുൽ, താങ്കൾ, കുൽ എന്ന് പറഞ്ഞാൽ അവിടെ പറയുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. വക്കുൽ, താങ്കൾ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബി സിദ്നി ഇൽമ. റബ്ബി, എന്താ റബ്ബി? എൻ്റെ റബ്ബേ, സിദ്നി, സിദ്നി, എനിക്ക് നീ വർദ്ധിപ്പിക്കണമേ, ഇൽമൻ, ഇൽമൻ, ഇൽമിനെ, അറിവിനെ വർദ്ധിപ്പിക്കണമേ. പണ്ഡിതന്മാർ പറയാണ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് ഏറെ കിട്ടാൻ, ഏറെ ലഭിക്കാൻ ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരൊറ്റ വിഷയമേ ഉള്ളൂ. അതെന്താ? അത് ഈ ഇൽമാണ്. ഏറെ കിട്ടാൻ ദുനിയാവിൽ ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്, ഇൽമിൻ്റെ വിഷയത്തിൽ മാത്രമാണ്. റബ്ബി സിദ്നി ഇൽമ. ആ ഇൽമ ഏതാ? റബ്ബി സിദ്നി ഇൽമനാണ്. ഏതാണ് ആ ഇൽമ? ആ ഇൽമ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പ്രകാരം ദുആ ചെയ്തു. നമ്മൾ ഹദീസിൽ വായിക്കണില്ലേ? എന്താ? അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി വൻഫഅനി ബിമാ അല്ലംതനി വസിദ്നി ഇൽമ. റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ അല്ലിംനി, അല്ലാഹുവേ നീ എന്നെ പഠിപ്പിക്കണമേ, മാ യൻഫഉനി, എനിക്ക് ഉപകാരപ്രദമായത്, വൻഫഅനി, നീ ഉപകാരം കനിയണമേ എനിക്ക്, വൻഫഅനി ബിമാ അല്ലംതനി, നീ എന്നെ പഠിപ്പിച്ചതിൽ എനിക്ക് ഉപകാരം വരുള്ളണമേ, വസിദ്നി ഇൽമ, വസിദ്നി ഇൽമ, ഇൽമിനെ നീ എനിക്ക് ഏറ്റി തരയണമേ, വർദ്ധിപ്പിച്ച് തരയണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു. ഏതാണ് ആ ഇൽമ? ആ ഇൽമ ഏതാണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ഉണ്ടായ ലഭ്യമായ ഇൽമ ഏതാണ്? അത് ഉപകാരപ്രദമായ ഇൽമാണ്. ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമിനെ ചോദിക്കുന്നതാണ്. ആ ഉപകാരപ്രദമായ ഇൽമ ഏത് ഇൽമ? അതാണ് നമ്മളുടെ ദീനിയായ ഇൽമുകൾ. ദീനിയായ ഇൽമ ഒരാൾക്ക് ഈ ദുനിയാവിലും ഇവിടെ നിന്ന് കണ്ണു ചിമ്മി ഖബറിലെത്തിയാലും പരലോകത്തേക്ക് ഉയർത്തെഴുന്നേറ്റാലും ഒക്കെ ഉപകരിക്കുന്ന ഇൽമ ഏതാണ്? ആ ഇൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഈ ദുആ ചെയ്തിട്ട് റസൂലുള്ളാഹിക്ക് ഈ ദുനിയാവിൽ കിട്ടിയ ഇൽമ ഏതാണ് എന്ന്. ഇൽമ ഏതാണ്? ഭൗതികമായ ഇൽമുകളുണ്ട്. ഭൗതികമായ ഇൽമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇപ്പോൾ ഈത്തപ്പന പരാഗണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വായിക്കണില്ലേ? ആളുകൾ ഈത്തപ്പന പരാഗണം നടത്തുമായിരുന്നു. എന്തിന്? നല്ല പുഷ്ടിപ്പിന് വേണ്ടി, നല്ല വിളവെടുപ്പിന് വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെന്ത് ചെയ്തു? അതിൻ്റെ പരാഗണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളവർക്ക് പഠിപ്പിച്ചു. പക്ഷേ വിള കുറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് വിള കുറഞ്ഞു? ആളുകൾ പരാഗണം നടത്തിയില്ല എന്നുള്ളത് കൊണ്ട്. തബീറുൻ നഖൽ നടത്തിയില്ല. പക്ഷേ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൻതും ആലം ബി ഉമൂരി ദുനിയാക്കും, ദുനിയാവി കാര്യങ്ങളിൽ നിങ്ങളാണ് കൂടുതൽ അറിയുന്നവർ. എന്നിട്ട് പിന്നെ പരാഗണം നടത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന് പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ദീനിയായ ഇൽമിൽ റസൂലുള്ളാഹിക്ക് എന്തില്ല? പരിമിതി ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വൈജ്ഞാനിക സ്രോതസ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു ഇൽമിൻ്റെ വിഷയം. ഇത് വർദ്ധിച്ചു തരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് തേടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അത്ര അത് വിഷയം തേടണം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഫജ്ർ നിസ്കരിച്ചാൽ സുബഹി നിസ്കാര ശേഷം റസൂലുള്ളാഹിൻ്റെ ദുആ എന്താ? നേരം കരി വെളുക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ഇൽമിൻ്റെ ദീനീ വിജ്ഞാനങ്ങളുടെ മഹത്വം അതിനെ അറിയിക്കുന്ന വചനങ്ങളിൽപ്പെട്ടതാണ് ഈ വഖുർ റബ്ബി സിദ്നി ഇൽമ എന്നുള്ള വചനം. പക്ഷെ പിൽക്കാലങ്ങളിൽ ആളുകൾ എന്തായി? ദീനീ വിജ്ഞാനങ്ങളിൽ ആളുകൾക്ക് വിരക്തിയാണ്. ആളുകൾക്ക് ദീനീ വിജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് നേടാൻ, എന്ത് കിട്ടും, ഇതൊക്കെയാണ് ആളുകളുടെ ആലോചന. അല്ലാഹു മുസ്തആൻ, അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷേ ഈ വിജ്ഞാന ലോകത്തെ ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ളൂ.
ഈ വിജ്ഞാനമാണ് ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ നശ്വരമായ ദുനിയാവിൻ്റെ താൽക്കാലിക വിഭവങ്ങളാണ്. അതിൻ്റെ അർത്ഥം ദുനിയാവി വിജ്ഞാനങ്ങൾ വേണ്ട എന്നുള്ളതല്ല. പക്ഷേ അതിൻ്റേതായൊരു വിലയും കാര്യമുണ്ട്, അതിൻ്റേതായ ചില ആവശ്യകതകളുമുണ്ട്. ഇതൊന്നും ഇഷ്കാലില്ല. പക്ഷേ ഇതിനെ വിഗണിച്ചുകൊണ്ടും ഇതിൽ അലസരായിക്കൊണ്ടും ഒരു ദുന്യവി വിജ്ഞാനം കൊണ്ട്